എൻ്റെ പേര് അനീഷ് എന്നാണ്. സ്ഥലം എറണാകുളത്താണ്. നമ്മൾ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12 ഏക്കറിൽ വയനാട് പുൽപ്പള്ളിയിൽ ആരംഭിച്ച ഒരു പുതിയൊരു പ്രൊജക്റ്റ്. അപ്പൊ അതിന്റെ ഒരു ഫ്രാഗ്രൻസ് LLP, ജസ്പേഡ് ഫ്രാഗ്രൻസ് LLP എന്നുള്ള പേരിൽ ഒരു LLP സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ പാർട്ണറാവുക. അതായത് നമ്മൾ ഒന്നിച്ച് ആ പ്രോപ്പർട്ടി ഒന്നിച്ച് അതിനകത്ത് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ഏകദേശം 100 കോടിയുടെ പ്രൊജക്റ്റ് ആണ് ടോട്ടലി. 100 കോടിയുടെ പ്രൊജക്റ്റിൽ 10,000 ഷെയർസ് ആയിട്ട്, അതായത് 1 ലാഖിന്റെ ഒരു ഷെയർ. ഓക്കെ, അങ്ങനെ 10,000 ഷെയർസ് ആണ് നമ്മൾ അതിൽ വരുന്നത്. അതിൽ 20 കോടി, അതായത് 2,000 ഷെയർസ് കമ്പനിയുടെ ഭാഗത്തും, ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കമ്പനി ആയിരിക്കും. 8,000 ഷെയർസ്, അതായത് 80 കോടി മറ്റുള്ളവർക്ക്, നമുക്കും എനിക്കും സാറിനും എല്ലാവർക്കും ഉൾപ്പെടെ നമുക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ. അത് 10 ലക്ഷം എടുക്കാം, 50 ലക്ഷം ഇടാം, 1 ലക്ഷം ഇടാം. അങ്ങനെ 1 ലക്ഷത്തിന്റെ ഗുണിതങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് ഷെയർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ LLPയുടെ പാർട്ണറായിട്ട് വരാം. അപ്പോൾ ആ 100 കോടിയുടെ പ്രൊജക്ട് 12 ഏക്കറിലാണ് വരുന്നത്. അതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്, ഫാം ടൂറിസം ആണ് അത് മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫാം ടൂറിസത്തിൽ നമുക്ക് ഓൾറെഡി ഒത്തിരി പ്രൊജക്ടുകളുണ്ട് റിയൽ എസ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത്. വയനാട്ടിൽ സാൻഡൽവുഡിന്റെ ഗ്രൂപ്പ് ഫാമിംഗ് ഉണ്ട്. നമുക്ക് പാർക്ക ചന്ദനത്തോപ്പുകൾ എന്നുള്ള വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു കേവ് റിസോർട്ടുകളുണ്ട്. 90ഓളം കേവ് റിസോർട്ടുകൾ, ഒത്തിരി കോമൺ അമ്യൂണിറ്റീസോട് കൂടിയിട്ടുള്ളത്. അതും വയനാട് വാടാനക്കാവില. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പിന്നെ അത് ഓൾറെഡി അതിന്റെ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ ഈ ഒരു 12 ഏക്കറിൽ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതായത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നല്ല പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആയാലും പാല്, മുട്ട, മത്സ്യം, മാംസം എല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫാം ടൂറിസത്തിൽ മെയിൻ ആയിട്ട് വരിക, നമുക്ക് ഞാനിപ്പോ പറഞ്ഞു, കോഴിമുട്ടയും പാലും മറ്റേ മത്സ്യങ്ങളും മറ്റു വെജിറ്റബിളും എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഇപ്പൊ ചിലതൊക്കെ ആണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവും, മാസം ഔട്ട്പുട്ട് ഉണ്ടാവും. എല്ലാം ഡെയിലി കിട്ടുന്ന വരുമാനമുണ്ട്. ഇപ്പൊ പാലായാലും മുട്ടയിലും ഡെയിലിയാണ്. അപ്പൊ ഇതെല്ലാം മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പെർ ലാഖിന്റെ ഏകദേശം രൂപ എന്നുള്ള രീതിയിൽ ഏകദേശം 1,750 രൂപയ്ക്ക് ആയിരിക്കും ആദ്യം സ്റ്റാർട്ടിങ്ങില് നമുക്ക് വരിക. ഒരു 6 മാസം കഴിയുമ്പോൾ മുതൽ നമുക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഒരു 8 മാസം കഴിയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വരുമാനം, അതായത് വീണ്ടും 6 മാസത്തിൽ നിന്ന് 2 മാസം കഴിയുമ്പോൾ വീണ്ടും കുറച്ചും കൂടി മറ്റുള്ള കൃഷികളിൽ നിന്നുള്ള വരുമാനങ്ങൾ വന്നു തുടങ്ങും. ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഏകദേശം ഒരു 60ഓളം കോട്ടേജുകൾ പണിയുന്നുണ്ട്. അതായത് ആ 12 ഏക്കറിൽ 60 കോട്ടേജുകൾ, 2000ഓളം സാൻഡൽവുഡ് ട്രീസും പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അതായത് ചന്ദനത്തിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് വേറെ ഉണ്ട്. അപ്പൊ 60 കോട്ടേജ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഡെയിലി കിട്ടുന്ന വരുമാനവും നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. മാസത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ ഒരു വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് ആ കോട്ടേജിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഏകദേശം 1,100-1,200 രൂപയൊക്കെ അതും ഉണ്ടാവും. അപ്പോൾ 1,750 നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിലൂടെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നതാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ കുറച്ച് കൂടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ റെന്റൽ ഇൻകമായിട്ടും 1,000 രൂപക്ക് മേലെ, അങ്ങനെ ഒരു 10,000-3000 രൂപയോളം നമുക്ക് 1 ലക്ഷം രൂപക്കാർക്ക് ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലേക്ക്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് മറ്റ് കൃഷിയിലുണ്ടാവുന്ന മറ്റു വർധനവൊക്കെ ഉണ്ട്, വിലക്കയറ്റം, അതിലുണ്ടാവുന്ന വർധനവിലൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് അതിൽ വർധനവുണ്ടാവും, കിട്ടുന്ന വരുമാനത്തിൽ വർധനവുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഫ്റ്റർ 15 ഇയേഴ്സ്, അതായത് 15 വർഷം കഴിയുമ്പോൾ സാൻഡൽവുഡ് കട്ട് ചെയ്യുമ്പോൾ 2,000 സാൻഡൽവുഡ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതും പെർ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു 5 ലാക്ക് അബോ കിട്ടുന്ന രീതിയിലാണ് അതിലൂടെയും നമുക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ്. അപ്പൊ അങ്ങനെയൊക്കെ ടോട്ടലി നമ്മൾ കൂട്ടുമ്പോൾ പിന്നെ അതിനകത്ത് ഒരു നഴ്സറി വരുന്നുണ്ട്. അതായത് മറ്റേ പച്ചക്കറികളും ഫ്രൂട്ട്സും ഇതൊക്കെ കൃഷി ചെയ്യുന്നതിന് മറ്റുള്ള ആളുകൾക്ക്, അവിടെയുള്ള സ്ഥലങ്ങളിലുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആളുകളെ, ആ നാട്ടുകാരെ പോലും നമ്മൾ കൃഷിക്ക് സപ്പോർട്ട് ചെയ്യും. അവരുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ് സെന്ററും ഇൻസ്റ്റിറ്റ്യൂട്ടും നഴ്സറിയും, അതോടൊപ്പം തന്നെ സാൻഡൽവുഡിന്റെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ റിസർച്ച് സെന്ററും നമ്മൾ വയനാട് പുൽപ്പള്ളിയിൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ചന്ദന തൈകളുടെ വിറ്റുവരവ് കാര്യങ്ങളൊക്കെ ഇതിലൂടെയൊക്കെ ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഫിറ്റുകളാണ് നമുക്ക് അവിടെ കിട്ടുക. അതായത് പലതരത്തിലുള്ള കൃഷികളിലൂടെയും റിസർച്ച് സെന്ററിലൂടെയും കോട്ടേജിലൂടെയും സാൻഡൽവുഡ് കൾട്ടിവേഷനിലൂടെയും എല്ലാ തരത്തിലുള്ള നമുക്കൊരു 5ഓളം ടൈപ്പ് ഇൻകം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 15
കൊണ്ട് നമ്മുടെ 1 lakh അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഏകദേശം ആവറേജ് നമുക്ക് ലഭിക്കുക ടോട്ടലി ഒരു 13 ലക്ഷം രൂപയോളം നമുക്ക് അവിടെ ടോട്ടലി 15 വർഷം കൊണ്ട് ടോട്ടൽ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതായത് മന്ത്ലി കിട്ടുന്നതും ആഫ്റ്റർ 15 ഇയേഴ്സിൽ സാൻഡൽവുഡ് കൾട്ടിവേഷനിലൂടെ കിട്ടുന്നതും എല്ലാം ലാൻഡ് അപ്രിസിയേഷൻ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 13 ലക്ഷം രൂപകൾ. അതായത് ഒരു മാസത്തിൽ അതിനൊന്ന് ഡിവൈഡ് ചെയ്തൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 7,500 അല്ലെങ്കിൽ 7,400 അല്ലെങ്കിൽ 7,000 രൂപകളും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് പോകുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയേറെ പ്രോഫിറ്റ് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ ഫാം ടൂറിസത്തിലൂടെ ഓർഗാനിക് ഫാമിങ്ങിലൂടെ അതിലൊരു കോട്ടേജ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിലൂടെ ഹൈ റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പോ നമുക്കൊരു 2 ദിവസം കൂടിയുള്ള ഒരു ഓഫറാണ്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഷെയർ ആണ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ അതിന്റെ ലോഞ്ചിങ് ഓഫറായിട്ട് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 2 ഷെയർ ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അതായത് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടായിരിക്കും നമ്മളെ ഷെയർ വാല്യൂ നമുക്ക് കണക്കാക്കുക. അതായത് ബൈ 1 get 1 ഫ്രീ പോലെ 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപയാണ് നമുക്ക് അതിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ 20 ഷെയർ ആയിട്ടാണ് അതിനെ മെൻഷൻ ചെയ്യുക. അതായത് 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ എന്താണോ അതായിരിക്കും 10 ലക്ഷം രൂപക്കാർക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിലൂടെ ഹൈ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാനും അതിലൂടെ ആ ഒരു ലാൻഡിൽ ക്യാപിറ്റൽ സേഫ് ആയിട്ട് നമ്മളെപ്പോഴും ഇത്ര ഷെയർ ഇട്ടുകൊണ്ട് ഇത്ര കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പൊ 1 ലക്ഷം ഇട്ടു നമുക്ക് ഇത്ര കിട്ടുന്നു അല്ലെ, 10 ലക്ഷം രൂപയ്ക്ക് മേലെ നമുക്ക് അതിലൂടെ കിട്ടുന്നു, അല്ലെങ്കിൽ മാസം ഇത്രയേറെ വരുമാനം 3,000 രൂപ 4,000 രൂപക്ക് മേലെ കിട്ടും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ വരുമാനമാണ് കിട്ടുക എന്ന് പറയുമ്പോൾ അതായത് 5,000, 6,000, 7,000, 12,000 രൂപയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 1 ലക്ഷം രൂപ ആദ്യം സേഫ് ആണോ നോക്കണം. ഓക്കെ, അതിവിടെ ഉണ്ട്. ക്യാപിറ്റൽ പ്രിസർവേഷൻ, അതായത് ഭൂമിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അത് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന്റെ ഡോക്യുമെന്റും നമുക്ക് ഇവിടെ ഉണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ണർഷിപ്പ് കരാറുണ്ട് അവിടെ, അതിന്റെ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത്രയേറെ സേഫ് ആയിട്ടുള്ള, ഇത്രയേറെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, ഇത്രയേറെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പോൾ ഇതില് വൈകാതെ തന്നെ നമ്മൾ ആ ഒരു ഷെയർസിൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 2 lakhs കിട്ടുന്ന, അല്ലെങ്കിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ കിട്ടുന്ന, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഷെയർ വാല്യൂ കയറുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ ഫാസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റുകൾ ഒരു 6 months കഴിയുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു വരും.